ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. വചന ധ്യാനത്തിൻ്റെ 2-ാം ദിവസം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 66:13 നമ്മുടെ ചിന്താവിഷയം നാം കോർത്തിണക്കിയിരിക്കുന്നത്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതിൽ കോപം, ആ നിലയിലുള്ള പ്രയാസങ്ങളെ നമ്മളെ തകർക്കാതെ അമ്മ കാണിച്ച താഴ്മയിലേക്ക് നമ്മളെ ചേർത്ത് വെക്കാനാണ്. ഇന്ന് 2-ാം ദിവസം പരിശുദ്ധ ദൈവമാതാവിൽ വിളങ്ങിയിരുന്ന ഭക്തി, വിശ്വാസത്തെ എങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടതെന്നുള്ളൊരു ധ്യാനമാണ്. നമ്മൾ പാടുന്ന മനോഹരമായ പാട്ടുണ്ടല്ലേ, ജാഗരണേ കുറിക്കുന്ന ഏറ്റവും മനോഹരമായ വാക്കാണ് ജാഗരിച്ചു പ്രാർത്ഥിച്ചവളായിരുന്നു കന്യകമറിയം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്? മൈക്കൽ ഫെൽപ്സ് ഒരു വലിയ നീന്തൽക്കാരനായിരുന്നു. അദ്ദേഹം, മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചതൊരു ചേരിയിലാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്, ദൈവത്തോട് നമുക്ക് ഒരുപാട് പരിഭവങ്ങളുണ്ട്, അല്ലേ? We have so many complaints to our God. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോട് ഒരുപാട് പരിഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവത്തോട് നന്ദി പറയാൻ എത്ര കാര്യങ്ങൾ നമുക്കുണ്ട്. ഇവിടെ പാടിയ പാട്ടിന്റെ പലയിടങ്ങളിലും അതുണ്ട്. അത് നമ്മൾ മറന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചത് ഒരു ചേരിയിലാണ്. അവന്റെ അപ്പൻ, അവന്റെ അമ്മ, അവന് അടങ്ങുന്ന കുടുംബം. 7 വയസ്സായപ്പോ ഈ മൈക്കൽ ഫെൽപ്സിന്റെ അപ്പൻ അമ്മയെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അമ്മയെയും ഈ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായൊരു കാര്യം. ഇന്ന് നമുക്കറിയാം, ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അങ്ങനെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന എന്തുമാത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതായാലും ഇവിടെ മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന ഈ കുഞ്ഞ് ഒത്തിരി വേദന അനുഭവിച്ചു. ഏതായാലും അവന്റെ അമ്മ നിശ്ചയദാർഢ്യമുള്ള ഭക്തയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവള് വീടുകളിൽ ജോലിക്ക് പോയി തൻ്റെ ഈ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. നല്ല മെച്ചപ്പെട്ട ഒരു സ്കൂളിൽ അവനെ അയച്ചു. അങ്ങനെ ദിനരാത്രങ്ങൾ കഠിനാധ്വാനം ചെയ്ത മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന മകനെ സ്കൂളിൽ അയച്ചു. അവൻ സ്കൂളിൽ പോയി. പക്ഷേ മൈക്കൽ ഫെൽപ്സിന്റെ ഒരു പ്രശ്നം, അവന് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് കുറവായി. അതിന്റെ പേരിൽ അവൻ കുറെ പ്രാവശ്യം ക്ലാസ്സുകളിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അവനെ അവന്റെ കായികാധ്യാപകൻ ശ്രദ്ധിച്ചു. നീന്തൽ വിഭാഗത്തിന്റെ ചുമതലയുള്ളയാണ് അദ്ദേഹം.
ഇവൻ നീന്തൽ കുളത്തിൽ ഇറങ്ങി ചെയ്ത കാര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവനിൽ ഒരു നല്ല നീന്തൽക്കാരൻ ഒളിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന കുഞ്ഞിനെ ഈ അധ്യാപകൻ കണ്ടെത്തി അവനെ നീന്തൽ പരിശീലിപ്പിക്കാൻ ആരംഭിച്ചു. അങ്ങനെ നീന്തൽ പരിശീലിപ്പിച്ചു. ഈ അധ്യാപകൻ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും നീന്തൽ ചിലർക്ക് അറിയാവുന്നവരുണ്ട്, ചിലർ പരിശ്രമിച്ചിട്ടുണ്ട്, ചിലർ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരുണ്ട്. നമുക്കറിയാം, നീന്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ സ്വിമ്മിങ്? മുങ്ങിപ്പോകരുത്. ദാറ്റ് ഈസ് വാട്ട്. അല്ലേ? മുങ്ങിപ്പോയാൽ തീർന്നില്ല. അപ്പൊ ഈ മനുഷ്യന്റെ പ്രത്യേകത, ഇവന് സാധാരണ ആളുകളെക്കാൾ ഇരട്ടി സമയം ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയും. വെള്ളത്തിൽ നമ്മൾ പോകുമ്പോൾ ശ്വാസം പിടിച്ചു നിൽക്കണല്ലേ? അപ്പോ ഇരട്ടി സമയം ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിവുണ്ട്. ഇത് ഈ അധ്യാപകന് മനസ്സിലായി. അവനെ പരിശീലിപ്പിച്ചു. അങ്ങനെ അവൻ സ്കൂൾ തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക്, അങ്ങനെ രാജ്യതലത്തിലെത്തി, രാജ്യാന്തര തലത്തിലെത്തി. അവൻ 2008 ഒളിമ്പിക്സിൽ അവനൊരു നീന്തൽ താരമായിട്ട് കടന്നു വന്നു. ഏറ്റവും കൂടുതൽ സ്വർണം മേടിച്ചു. In 2012 again, 2012 വീണ്ടും അങ്ങനെ 2 പ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്വർണം നീന്തലിന്റെ എല്ലാ മേഖലകളിലും ലഭിച്ച മൈക്കൽ ഫെൽപ്സ് 2012 ഒരു തീരുമാനം ലോകത്തോട് പറഞ്ഞു, ഞാൻ വിരമിക്കുകയാണ്. കണ്ടിട്ട് ലോകം വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. ഇവൻ തന്റെ ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ വിരമിച്ചു കഴിഞ്ഞ് ഇവരിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോ ഭയങ്കരമായ ഒരു ബോറിംഗ് ആയി ജീവിതം. ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ, ആകെപ്പാടെ അസ്വസ്ഥമാണ്. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷേ എന്തോ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടും. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് അതിന്റെ ഉത്തരം. ജീവിതത്തിൽ പലതും നേടിയിട്ടും ഒരു ശൂന്യതയുടെ അനുഭവം നിന്റെ ജീവിതത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോണം, നിന്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിലേക്ക് നീ വിധേയപ്പെട്ടിട്ടില്ല. മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന മനുഷ്യൻ പണം നേടി, പ്രശസ്തി നേടി, എല്ലായിടങ്ങളിലും അംഗീകാരം നേടി, പക്ഷേ ഒരു ശൂന്യത അനുഭവിച്ചിരുന്നു. അങ്ങനെ 2012 വിരമിച്ച ശേഷം ആകെപ്പാടെ ഈ ശൂന്യതയിൽ അദ്ദേഹം ഒരു ത്രില്ല് ഉണ്ടാക്കാൻ വേണ്ടി മദ്യമായിട്ടും മയക്കുമരുന്നായിട്ടും എന്തൊക്കെ ആസ്വാദനങ്ങൾ ലോകത്തുണ്ടോ ഇതെല്ലാം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇതെല്ലാം ചെയ്തെങ്കിലും പുള്ളിയുടെ സങ്കടം മാറിയില്ല. അങ്ങനെ ഈ മനുഷ്യന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതില് നല്ല സുഹൃത്തുക്കൾ, മോശ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായപ്പോ ഈ സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിന് ആശംസ അറിയിക്കാനായിട്ട് വന്നു. ഈ സമയത്ത് അദ്ദേഹം ഒരു ഭയങ്കരമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു ജീവിത ശൈലിയാണ്. എന്നിരുന്നാലും ഈ ആളുകളെല്ലാം കാണാൻ വന്നു. ഈ ആളുകളെല്ലാം കാണാൻ വന്നപ്പോ അവന് സമ്മാനമായിട്ട് കൊടുത്തത് നല്ല മുന്തിയ തരത്തിലുള്ള മദ്യം. കാരണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. പക്ഷേ ഈ മൈക്കൽ ഫെൽപ്സിന് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. ഈ സുഹൃത്ത് ഇവനിങ്ങനെ തകർന്നു പോകുന്നത് കണ്ടപ്പോൾ അവന് ദുഃഖം തോന്നി. അതുകൊണ്ട് അവന് ഈ സുഹൃത്ത് സമ്മാനിച്ചത്, അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തിൽ അവന് സമ്മാനിച്ചത് ഒരു പുസ്തകം. ആ പുസ്തകം ബാക്കി എല്ലാവരും മദ്യം സമ്മാനമായിട്ട് കൊടുത്തപ്പോൾ ഈ പുസ്തകം കൊണ്ട് കൊടുത്തു. മദ്യമൊക്കെ ഒരു ചുംബനത്തോടെ സ്വീകരിച്ച മൈക്കൽ ഫെൽപ്സ് ഈ പുസ്തകം വന്നപ്പോ കൈ കെട്ടിയപ്പോ അത് പിടിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ, ഒറ്റ ഏതത് ഞങ്ങൾ. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്നു. പ്രിയപ്പെട്ടവരെ, ഏതായാലും പുസ്തകം അവിടെ കിടന്നു. രാത്രിയായി അദ്ദേഹം 2-3 മദ്യമൊക്കെ ഒരുങ്ങി
ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ വേട്ടപ്പെട്ടി പോലെയാണ്. ദ ഹൂണ്ട് ഓഫ് ദ ഹെവൻ, ഫ്രാൻസിസ് തോംസന്റെ കവിതയും. ആ പുസ്തകം അങ്ങേയറ്റത്ത് കിടന്നു. ഈ മനുഷ്യൻ എപ്പോഴോ തോന്നി അതൊന്ന് തുറക്കാം. അദ്ദേഹം അതിന്റെ പുറത്തെ സമ്മാന കവർ അഴിച്ച് ആ പുസ്തകം തന്റെ മുമ്പിൽ വെച്ചു. ആ പുസ്തകം തന്റെ മുമ്പിൽ വെച്ച് അതിന്റെ ആദ്യ താള് മറിച്ചു. ഈ പുസ്തകത്തിന്റെ പേര് ദി പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിന്റെ ആദ്യ താള് മറിച്ചു. എന്തോ ഒരു കാന്തിക ശക്തി അവനിലേക്ക് ഈ പുസ്തകം വായിക്കാനായിട്ട് തോന്നി. അവൻ പതിയെ പതിയെ മറിച്ചു. 40 ദിവസങ്ങളിലൂടെ ദൈവത്തിന്റെ വഴിയിൽ മനുഷ്യർ എങ്ങനെ നടന്നു എന്ന് പ്രതിപാദിക്കുന്ന മനോഹരമായ പുസ്തകം അറിയിക്കുവാറുണ്ട്. ഈ പുസ്തകം ഓരോ അധ്യായങ്ങൾ ഇവൻ മറിച്ചു മറിച്ച് വായിക്കും തോറും ഒരു പ്രത്യേക പ്രകാശം അവനിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, 40 ദിവസം അവൻ തുടർച്ചയായിട്ടത് വായിച്ചു. നമ്മൾ പലപ്പോഴും വിചാരിക്കും ചില ജീവിതങ്ങളൊക്കെ ഏതെങ്കിലും ഒരു തകർച്ചയിലേക്ക് അങ്ങ് പോയാൽ പിന്നെ തിരിച്ചു വരവില്ലെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ഈ പുസ്തകത്തിലൂടെ 40 ദിവസം മനുഷ്യർ ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നത് വായിച്ച് തീർന്ന ആ മനുഷ്യൻ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി. അവൻ വീണ്ടും നീന്തലിലേക്ക് മടങ്ങി വന്ന് 2016 ഒളിമ്പിക്സിൽ വീണ്ടും ഏറ്റവും കൂടുതൽ സ്വർണം നേടുന്ന ഒരു വ്യക്തിയായി മാറി. ഇനി അന്ന് മുതൽ ദൈവത്തോട് യാത്ര ചെയ്തത് കൊണ്ട് പുള്ളിക്കുണ്ടായൊരു ഗുണം, അങ്ങനെ ഈ പുതിയ ജീവിതത്തിൽ വന്ന് ഈ സ്വർണം നേടി. അങ്ങനെ നേടിയിരിക്കുമ്പോ 7-ാം വയസ്സിൽ നഷ്ടപ്പെട്ട അപ്പൻ തിരികെ വന്നു. തന്റെ ജീവിതത്തിൽ ശൂന്യത തോന്നിയ മേഖലകളിലെല്ലാം ഒരു നിറവ് വന്നു. ഇന്ന് ഏറ്റവും സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മൈക്കൽ ഫെൽപ്സ് ജീവിക്കുമ്പോൾ ദി പർപ്പസ് ഡ്രൈവൺ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം അത് ലോകത്തൊരു വലിയ സാക്ഷ്യമാണ്. ഇത് കേരളക്കരയെ കൂടുതൽ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തിയത് BS വാര്യർ എന്ന് പറയുന്ന, നമുക്കറിയാം, വിദ്യാഭ്യാസ വിചക്ഷണനായ മനുഷ്യനാണ്. ബുധനാഴ്ചകളിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു പങ്ക്തിയിലാണ് ഈ മൈക്കൽ ഫെൽപ്സിന്റെ ജീവിതം, ദി പർപ്പസ് ഡ്രൈവൺ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം എങ്ങനെ മാറ്റിമറിച്ചെന്ന് അദ്ദേഹം എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിവിടെ പ്രതിപാദിക്കാൻ കാരണം ഈ പുസ്തകത്തിന് ഒരു വലിയ ശക്തിയാണ്. ഈ പുസ്തകത്തിന്റെ ഏജൻസി ഒന്നും എനിക്കില്ല. പക്ഷേ ഞാൻ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ആകപ്പാടെ പകച്ചു നിൽക്കുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ട്. ഇന്ന് അച്ഛൻ മോറോന്റെ അനുഗ്രഹത്തിൽ നമ്മളെ പൊതിയുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ചിന്തയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ഇന്നും നമ്മുടെ ഇടവകയിൽ ഇവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത കാര്യം ബഹുമാനപ്പെട്ട അച്ഛനെ ആ പിതാവും മാതാവും വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം കിട്ടി. ആ കുഞ്ഞിനെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി മാതാപിതാക്കളോട് ചേർന്ന് പ്രിയപ്പെട്ടവരോട് ചേർന്ന് മാമോദിസ മുക്കും. അങ്ങനെ മാമോദിസ മുക്കുമ്പോ നമുക്കറിയാം, ആ മാമോദിസയ്ക്കൊടുവിൽ പുരോഹിതൻ പറഞ്ഞു തരുന്ന ചില ഉപദേശങ്ങളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്, ചില വാർണിംഗ്സ്. ഏറ്റവും ഒടുവിൽ മാമോദിസയുടെ പൂർത്തീകരണത്തിങ്കൽ പുരോഹിതൻ നിന്ന് പറയും, ഒന്നാമത്തേത് തലതൊട്ടപ്പനെയും അപ്പനെയും അമ്മയെയും വിളിച്ചിട്ട് പറയും, ഈ കുഞ്ഞിന്റെ വളർച്ചയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. രണ്ടാമത് പറയും, നിങ്ങളുടെ ശരീരത്തിൽ, ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ പറ്റിയ മൂറോന്റെ അംശം പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രം കഴുകുന്നത് ആരും ചവിട്ടാത്തിടത്ത് വെള്ളം, ആരും ചവിട്ടാത്തിടത്ത് ഒഴിക്കണം. മൂന്നാമത് പറയും, ഈ കുഞ്ഞിനെ സമൂഹത്തിന് പറ്റുന്ന കുഞ്ഞായിട്ട് വളർത്താൻ വേണ്ട പ്രബോധനം കൊടുക്കണം. ഇല്ലെങ്കിൽ ന്യായവിധിയിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. ഈ സമയത്ത് മിക്കവാറും അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കുഞ്ഞ് ജനിച്ചത് ഒന്നുകിൽ ഖത്തറിൽ അല്ലെങ്കിൽ UK. മാമോദിസ മുക്കാൻ കൊണ്ടുവന്നത് ഇന്നലെ, ഇന്ന് മാമോദിസ മുക്കും, അടുത്തയാഴ്ച പോകും. പിന്നെ ഈ കൊച്ചിനെ കാണുന്നത് 10-ാം വയസ്സിൽ, പിന്നെ കാണുന്നത് കല്യാണത്തിന്. ഇതിനിടയ്ക്ക് എപ്പോൾ ഉപദേശം കൊടുക്കും? ഉപദേശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുത്ത് ശരിയായില്ലെങ്കിൽ ന്യായവിധിയിൽ ഉത്തരം കൊടുക്കണം. അതിനുള്ള ഒരു പ്രതിവിധിയാണ് പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു അഭിപ്രായം, ഒരു കൗമാര പ്രായമാകുമ്പോൾ, ടീനേജ് പ്രായമാകുമ്പോൾ സമ്മാനിക്കും
പുസ്തകമാണ് ദി പർപ്പസ് ഡ്രിവൺ ലൈഫ്. അപ്പൊ എന്നോട് ഈയിടെ അപ്പച്ചൻ പറഞ്ഞു, അത് മാത്രമല്ല അച്ഛൻ, പുള്ളി വേറൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്, അത് അച്ഛന് സമ്മാനം തന്നെ ആഗ്രഹിക്കാണ്, എങ്ങനെ ഇടവകയെ ഭരിക്കണമെന്ന് അച്ഛന്മാർക്ക് കൊടുക്കുന്നതിന് പർപ്പസ് ഡ്രിവൺ ചർച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഏതായാലും ഈ മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന മനുഷ്യന് ദൈവസ്നേഹത്തോട് ചേർന്ന് യാത്ര ചെയ്തപ്പോ ജീവിതത്തിൽ ഒരു പുതിയ ദിശാബോധം കൈവന്നു. ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് യു കെയിൽ പോയി അവിടെ ഒരു ദൈവാലയത്തില് ഇതുപോലെ കൺവെൻഷനാണ്. കൺവെൻഷന് ശേഷം 2-3 ദിവസം കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ താമസിക്കുന്ന വീട്ടില് അവിടെയാണ് വീട്ടിലാണ് ആ ദൈവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ മേൽക്കൂട്ട് പോലെ സ്ഥലമുണ്ട് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പൊടി പിടിക്കലാത്തതുകൊണ്ട് ആ മുറിക്കകത്തെല്ലാം വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ത്രോണോസ് ഒക്കെ ഇറക്കി രാവിലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ആരാധന നടത്തും. നമുക്കറിയാം, നമ്മളൊക്കെ ദേവാലയം ആരംഭിച്ച കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ അപ്പൻ, അമ്മ, മകൻ 3 പേരേ ഉള്ളൂ. ഇവര് 3 പേരും കൂടിയാണ് ഈ ദേവാലയത്തിന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്, ക്രമീകരിക്കുന്നത്, ദേവാലയം ക്രമീകരിക്കുന്നത്, അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് അത് ക്രമീകരിക്കും. പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയത്, ഈ 3 പേര് രാവിലെ വന്ന് ഇതെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആരാധനയുടെ സമയമാകുമ്പോഴാണ് കൂടുതൽ പേര് വരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ അവരെ കുറ്റം പറയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സങ്കടമുണ്ട്. കാരണം സ്വന്തം വീട്ടിൽ ഇത് വെച്ച് ഇത് മുഴുവൻ ക്രമീകരിച്ച് കഴിയുമ്പോൾ പിന്നെയും കുറ്റം പറയുന്നത് എന്ത് മനസ്സാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തുവാട്ടെ പ്രിയപ്പെട്ടവരെ, ഏതായാലും ഇവിടെ ഈ അപ്പനും അമ്മയും മകനോട് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. സന്ധ്യാ നമസ്കാരം തുടങ്ങും. കൺവെൻഷന് തൊട്ട് മുമ്പുള്ള ഈ പയ്യനെ ആ സമയം മുതൽ കാണാനില്ല. അതുവരെ ഭയങ്കര ആക്റ്റീവാണ്. 2-3 ദിവസം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴൊക്കെ സന്ധ്യാ നമസ്കാരം കഴിയുമ്പോൾ ഇവൻ പതുക്കെ അവിടെ നിന്ന് പോകും. അപ്പൊ ഒരു ദിവസം ഞാൻ ഏതായാലും ഇവനെ കൈ കെട്ടിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് നിൽക്കാത്തത്? ആദ്യമൊന്നും അവൻ എന്നോട് അതിനുത്തരം പറഞ്ഞു, ജോലിക്ക് പോകണം അച്ഛാ. നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ അവന്റെ ജോലിയുടെ സ്വഭാവം. ഞാൻ പറഞ്ഞ ശരി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ അവന്റെ അപ്പനോട് ചോദിച്ചു, അതെന്താ അവനെ പ്രാർത്ഥനയ്ക്കൊന്നും കാണാത്തത്, ബാക്കി എല്ലാത്തിനും ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ എന്നോട് ആ അപ്പനും അമ്മയും സങ്കടത്തോടെ പറഞ്ഞു, എന്റെ അച്ഛാ, ഈ പള്ളിയില് ഞങ്ങളാണ് ഇത് ആരംഭിച്ചത്, ഇന്നുവരെയും ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ സൺഡേ സ്കൂളിൽ ഏറ്റവും ഒന്നാമനായി പഠിച്ചു വന്നിരുന്ന ആളാണ്, 10ാം ക്ലാസ് വരെ പാസ്സായതാണെന്ന്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. 12ാം ക്ലാസ് കഴിഞ്ഞപ്പം മുതല് അവൻ പള്ളിയിലേക്ക് വരാനൊരു മടി, പള്ളിയിലെ കാര്യങ്ങളിൽ താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതായാലും ഞാൻ ഇവരോടൊന്ന് സംസാരിക്കണമെന്ന് അവര് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൻ എന്നെയുമായിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു ഗാർഡനിലേക്ക് പോകാം. ആ ഗാർഡനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഏതായാലും നിശ്ചയിച്ചു ഇന്ന് സംസാരിക്കാം. അങ്ങനെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവനോട് സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയ സമയത്ത് ഞാൻ അവനോട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ചോദിച്ചു, മോനെ, നീ എന്തുകൊണ്ടാ ദൈവാലയത്തിൽ വരാത്തത്? അപ്പൊ പറഞ്ഞു, ഞാനുണ്ടല്ലോ അച്ഛാ. അപ്പൊ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ക്രമീകരിക്കാനെല്ലാം നീയുണ്ട്, പക്ഷേ ശുശ്രൂഷ തുടങ്ങുമ്പോ നീ അവിടെ നിന്ന് പോകുന്നു, എവിടേക്കാണ്? അപ്പൊ അവൻ എന്നോട് കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറയുക, എന്റെ അച്ഛാ, എന്റെ അപ്പനും അമ്മയും മരിക്കുന്നു അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് കടലിലെറിയുന്നു. ഞാൻ വിചാരിച്ച ഗൗരവമായ വിഷയം. നമ്മളാരും ഞെട്ടണ്ട. നമ്മൾ എന്തുമാത്രം വിശ്വാസ തീഷ്ണതയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോ അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംസാരിച്ചു പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു ഭാഷ, ഞാനിപ്പോ സൺഡേ സ്കൂളിന്റെ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ കിടന്ന ഭാഷ ഏതാണ്? അവൻ പറഞ്ഞു, ഇറ്റ്സ് സിംപ്ലി ബോറിംഗ്, ഇറലവന്റ് ആൻഡ് അൺട്രൂ. It's not only boring, it is irrelevant and it is untrue. പ്രിയപ്പെട്ടവരെ, ഏതായാലും ഒരാഴ്ച അവിടെ താമസിച്ച് അവനോട് സംസാരിച്ച് അവനെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഈയിടെ അവന്റെ കുഞ്ഞിന്റെ മാമോദീസ നടത്താനും എനിക്ക് സാധിച്ചത് ഞാൻ ഓർക്കുക. ഞാൻ പറഞ്ഞു വെച്ചത്, ദൈവത്തോട് കൂടെയുള്ള ജീവിതത്തിന്റെ മഹത്വം എന്താണെന്നുള്ളത് ഇന്ന് പലർപ്പോഴും അറിഞ്ഞുകൂടാ. എന്താണ്
അതിന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ. എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവിടെയാണ് കന്യക മറിയാമയുടെ പ്രാർത്ഥനയുടെ മാതൃക നമ്മളെ ഭരിക്കേണ്ടത്. ഇന്ന് ചുരുങ്ങിയ സമയം ആ മാതൃകയെ വേഗത്തിൽ പരിചയപ്പെടുത്തി നമ്മുടെ ശുശ്രൂഷ പര്യവസാനിപ്പിക്കാൻ. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾ കണ്ടെത്തും, കൊണ്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കും. മതി. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ മുട്ടുവീൻ നിങ്ങൾക്ക്. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്ര കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ അത് പഠിപ്പിക്കാൻ, കണക്കിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻസ് ഉണ്ടല്ലേ, എന്നൊക്കെ പറയുന്നത് പോലെ വാട്ട് ഈസ് ലൈഫ് വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോടെയുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമവാക്യമാണ്. ആസ്ക് പ്ലസ് നോക്ക് പ്ലസ് സീക്ക്. അന്വേഷിക്കുക, മുട്ടുക, യാചിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല വിശ്വാസ ജീവിതത്തിന്റെ എന്നല്ല, ഒരു നല്ല വിജയ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന 3 കാര്യങ്ങളാണ് ആസ്ക്, നോക്ക് ആൻഡ് സീക്ക്. ജീവിതത്തിൽ എപ്പോഴും ഹൃദയത്തിൽ ഈ കാര്യം കൊറിയിടണം. ആസ്ക്, നോക്ക് ആൻഡ് സീക്ക്. എങ്ങനെയാണ് യാചിക്കേണ്ടത്? ദ വെരി ഫസ്റ്റ് തിങ്, യാചിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥികളെന്ന് മാത്രമല്ല, എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഏതു കാര്യത്തെയും മനസ്സിലാക്കുമ്പോൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. ഇറ്റ്സ് എൻ ആർട്ട്. നമുക്കറിയാം, കന്യക മറിയാമമ്മ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളോട് വന്നറിയിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കർത്താവേതാണെന്ന് പറഞ്ഞു. അല്ല, she raised a question. അവളൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും നെറ്റിച്ചുളിയും. സ്വർഗം ഇത്രമേൽ ആഗ്രഹിച്ചൊരു സ്ത്രീരത്നത്തോട് ഇത് പറയുമ്പോ അങ്ങനെ ഒരു മറുചോദ്യം ചോദിക്കുന്നത് ശരിയോ? എന്നാൽ നാം ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇസ്രായേലിലെ അമ്മമാർ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, ദൈവദൂതന്റെ വേഷത്തിലും പിശാച് വരും. ദൈവദൂതന്റെ വേഷത്തിലും പിശാച് വന്ന് നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് മുമ്പിൽ വരുന്നത് ദൈവദൂതനാണോ എന്ന് ഉറപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് she raised a valuable question. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യമോടുണ്ടാക്കി. And God gave the answer through his angel. അവന്റെ മാലാഖയിലൂടെ ദൈവം നല്ല ഉത്തരം കൊടുത്തു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, യാചിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. യാചിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് നമ്മള് ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖത്തിൽ ഈ പാട്ടുകാരോട് ചേർന്ന് പാട്ടിന്റെ ആമുഖം പറഞ്ഞപ്പോൾ മനോഹരമായ ഒരു ഭാഗം പറയുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണ് നമ്മൾ ഈ വിശ്വാസ വഴിയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ ഇത്രമേൽ സാന്ത്വനപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന മറ്റൊന്ന് ഈ ലോകത്ത് കിട്ടാനില്ല. ഞാൻ നേരത്തെ മൈക്കൽ ഫെൽപ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ, വിശ്വാസത്തിന്റെ വഴി കിട്ടിയപ്പോൾ അവന്റെ ജീവിതത്തിന് മുഴുവൻ അർത്ഥമായി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചു, ഒരു വിശുദ്ധ ബലി കഴിയുമ്പോൾ ഒരു പുരോഹിതൻ തന്റെ ജനത്തെ ആശീർവദിച്ച് മടക്കി അയക്കുന്ന ആശീർവാദം, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിനെന്ന. എങ്ങനെയാണ് അങ്ങനെ ഒരു ആശീർവാദം കൊടുക്കാൻ പറ്റുന്നതെന്നോ, അതിന് പുറകിൽ ഒരു വലിയ ദൈവശാസ്ത്രമുണ്ട്. ആ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്നത് കെംദായുടെ
ശുശ്രൂഷയിലെ സന്ധ്യാ നമസ്കാരത്തിലാണ്. അതിൽ മനോഹരമായൊരു പാട്ടുണ്ട്. അതിന്റെ ഒരു അല്പഭാഗം അച്ഛൻ അവിടെ വെച്ച് പ്രതിപാദിച്ചിരുന്നു. നാഥൻ ഹൃദയരിടയിലെ ഉറപ്പിച്ചതത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെയോ തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേ ഞാൻ നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോ എന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ സഭ നമ്മളോട് നിഷ്കർഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം. അതെന്താ? പടിഞ്ഞാട്ട് നോക്കിയാൽ കുഴപ്പം? തെക്കോട്ട് നോക്കിയാൽ എന്താ കുഴപ്പം? വടക്കോട്ട് നോക്കിയാൽ എന്താ കുഴപ്പം? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ നിഷ്കർഷിച്ചതെന്ന് ചോദിച്ചാൽ പിതാക്കന്മാർ പറയുന്നു, ഒന്ന്, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മിന്നൽ വരുന്നത് പോലെ പുത്രന്റെ രണ്ടാമത്തെ ആഗമനം നടക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സൂചന എന്തെന്ന് ചോദിച്ചാൽ, ഏതൻ കിഴക്കായിരുന്നു, ആ നഷ്ടപ്പെട്ടു പോയ ഏതനിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹത്തോടെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ആഗ്രഹത്തെ കുറിച്ചുള്ള ഒരു പ്രതിപാദനമാണ് ഈ പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും എന്തൊരു സന്തോഷമായ ജീവിതമായിരുന്നു, ഇല്ലേ? എപ്പോഴും ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും സന്തോഷം നിറവുള്ള ജീവിതം. അങ്ങനെ സന്തോഷം നിറവുള്ള ഏദൻ തോട്ടത്തിലെ ജീവിതത്തിൽ നിന്ന് അനുസരണക്കേട് വഴി പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനുസരണക്കേട് വഴി പുറത്തേക്ക് വരുമ്പോ നമ്മള് ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിക്കണം. രക്ഷയെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് പ്രതിപാദിക്കുന്ന വേറെ ഒരു സഭയിലും അത്രയും മനോഹരമായ പ്രാർത്ഥനകളില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മൾ കാണുന്നത് ഏദൻ തോട്ടത്തിൽ ആദാം 3 മണിക്കൂർ നേരം ആ മരത്തിന് കീഴിൽ ഇരുന്നു. എന്നിട്ട് പുറത്തേക്ക് പോകുമ്പോ ആകെ സങ്കടത്തോടെയാ പോകുന്നത്. കാരണം ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ അനുഭവം നഷ്ടപ്പെട്ടു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കറിയാം, 2 ദൂതന്മാരെ ദൈവം അവിടെ വെക്കുന്നുണ്ട്. അത് ദൈവത്തിന് മനുഷ്യനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ അവസ്ഥയിൽ ദൈവത്തോടു കൂടെ വസിക്കാൻ അവന് പറ്റില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു മനുഷ്യൻ. അങ്ങനെ പോകുമ്പോ ദൈവം അവനെ അങ്ങനെ വെറുതെ കൈവിടുകയല്ല, മറിച്ച് ആ പോകുന്ന പോക്കിൽ അവന് തിരിച്ചു കയറാൻ ഒരു അനുഗ്രഹം കൊടുത്തെന്നാണ് മരുഭൂമിയിലെ പിതാക്കന്മാർ പറയുന്നത്. ആ പോകുന്ന പോക്കിൽ ദൈവത്തിന് തോന്നി അവരെ തിരിച്ചു കയറ്റാൻ അവർക്ക് അന്നേരം കൊടുത്ത അനുഗ്രഹമാണ് കണ്ണുനീർ ഗ്രന്ഥി എന്നാ പറയുക. അതുകൊണ്ട് നോമ്പിലെ പ്രാർത്ഥനയുണ്ട്. കണ്ണുനീർ അനുതാപത്തിന്റെ വലിയ പെരുന്നാളാകുന്നു, അതിനെ ആചരിച്ചു നീ തിരികെ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, ഏതായാലും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ മുതൽ ആദാം കരച്ചിൽ. എപ്പോഴൊക്കെ ഏദൻ തോട്ടത്തിലേക്ക് നോക്കുന്നു, അപ്പോഴൊക്കെ ആദാം ഇങ്ങനെ കരയുക. ഈ തന്റെ തലമുറ മുഴുവൻ വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ആദാം നോക്കി കരയുകയായിരുന്നു. 930 സംവത്സരം ജീവിച്ചു. ആ കാലം മുഴുവൻ കരഞ്ഞു. അതിനുശേഷം പാതാളത്തിന്റെ വാതിൽക്കലിരുന്ന് വീണ്ടും കരയുകയായിരുന്നെന്നാ പറയുന്നത്. കരഞ്ഞ് 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 അവന്റെ കണ്ണുനീർ വറ്റി. ഇവിടെ അരുവി ഒഴുകി ഉണങ്ങിയ പോലെ ഒരു പാട്. അങ്ങനെ ആകെ അരുവി ഒഴുകി ഉണങ്ങിയ പോലെ പാടുമായിട്ട് നിൽക്കുന്ന ആദാം, ഓരോ മനുഷ്യനും പാതാളത്തിലേക്ക് വരുമ്പോൾ നെഞ്ചത്തടിച്ച് കരയും, ഞാൻ കാരണമാണല്ലോ ഇതുണ്ടായത്, ഞാൻ കാരണമാണല്ലോ ഇതുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? ചിലപ്പോ ജീവിതത്തിൽ ഏതെങ്കിലും തകർച്ച ഉണ്ടായത് നമ്മുടെ ഒരു നിലപാട് കൊണ്ടാണെങ്കിൽ എപ്പോഴും നിലവിളിയാ നമ്മുടെ. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഒരു കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമുക്കുണ്ടാകേണ്ട സാന്ത്വനം എന്താണെന്ന് ഈ ഭാഗം ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെ ആദാം നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇരിക്കുമ്പോ അവൻ ആദ്യമായിട്ടൊരു ശക്തി കിട്ടിയത് എന്നാണെന്ന് നമ്മൾ കാണുന്നത് യോഹന്നാൻ മാർത്തോനയുടെ ശിരച്ഛേദ പെരുന്നാളിന്റെ പ്രവീണ
ഭയങ്കര അതിനകത്ത് എഴുതിയിരിക്കുന്നു, യോഹന്നാൻ മാർത്തോനോ പാതാളത്തിലേക്ക് ആത്മാവ് വന്ന് ആദവനോട് പറഞ്ഞു, രക്ഷകൻ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണുന്നത് യേശു തമ്പുരാൻ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിയിറങ്ങുന്നത്, ആ ഒഴുകിയിറങ്ങിയ രക്തം ആദാമിന്റെ തലയോട്ടിയെ മുഴുവൻ പൊതിയുന്നത്. അങ്ങനെ പൊതിഞ്ഞപ്പോ പാതാളത്തിൽ ആദാം ചാടി എഴുന്നേറ്റു. അങ്ങനെ നിൽക്കുന്ന ആദാമിന്റെ അടുക്കലേക്ക് ദുഃഖ ശനിയാഴ്ച കുർബാന നമ്മൾ നടത്തുമ്പോ ആ പാതാളത്തിൽ ആദാമിന്റെ അടുക്കലേക്ക് യേശു തമ്പുരാൻ എത്തി അവനോട് പറയുന്ന വാക്കുകളാണ് ഇപ്പോ പാടിയ പാട്ടിലെ പ്രതിപാദ്യം. ആ ആദാമിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് യേശു തമ്പുരാൻ, ആദമേ ഇനി നീ കരയേണ്ട. നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് മുഴുവൻ ഞാനിതാ എന്റെ യാഗം കൊണ്ട് രക്തം കൊണ്ട് പരിഹാരം നൽകി. അന്ന് ആദാമിനോടത് പറഞ്ഞെങ്കിൽ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമൈതലിനോടും ആദാമിന്റെ അനന്തര തലമുറ ഓരോന്നിനോടും തമ്പുരാന്റെ പ്രതിപാദ്യം, മകനെ മകളെ നീ കരയേണ്ട. നീ ചെയ്ത പാപങ്ങൾക്ക്, പിതാവിനോട് നിനക്കുണ്ടായിരുന്ന ബന്ധം മുറിച്ചതിന് മുഴുവൻ എന്റെ രക്തം കൊണ്ട് ഞാൻ പരിഹാരം നൽകി. അതുകൊണ്ടാണ് ഒരു പുരോഹിതൻ ആ ബലി കഴിയുമ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞു വിടുന്നത്, സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യാചിപ്പീൻ ലഭിക്കും എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയണം എന്ത് യാചിക്കണം, എങ്ങനെ യാചിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്നും പിന്നീട് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ യാചിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. കാരണം ആത്മാവ് വരുമ്പോൾ ജീവിതത്തിനൊരു പുതിയ നിറവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ വിടട്ടെ. The first thing is ചോദിക്കാൻ പഠിക്കണം, യാചിക്കാൻ പഠിക്കണം. നമ്മുടെ ഈ കർത്തൃ പ്രാർത്ഥന അപ്പോസ്തലന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറഞ്ഞു കൊടുത്തതാണ്. ദൈവസ്നേഹത്തിലേക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്തുതിപ്പ്, യാചന, സ്തുതിപ്പ്, ആ ഘടനയിൽ വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ സഭയുടെ എല്ലാ പ്രാർത്ഥനയുടെയും ഘടന അതാണ്. നമ്മളൊരു പ്രാർത്ഥന സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അതിനങ്ങനെ ഒരു ഘടനയുണ്ടാകണമെന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയം ചുരുക്കമായതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടട്ടെ. യാചിപ്പീൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് വിശ്വാസത്തിൽ ലഭിച്ചു എന്ന ബോധ്യത്തിൽ പുത്രന്റെ നാമത്തിൽ ചോദിച്ച് അതിനുവേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ കർത്താവ് ഭാഗ്യവതിയായ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മാതൃക, പ്രാർത്ഥനയുടെ മാതൃക. പ്രിയപ്പെട്ടവരെ, യാചിപ്പീൻ, ലഭിക്കും. അതാണ് വിശ്വാസ വഴിയിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രമാണം. രണ്ടാമത്തെ പ്രമാണം, അന്വേഷിപ്പീൻ, കണ്ടെത്തും. സത്യത്തില് ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു അന്വേഷണ സ്വഭാവം നമുക്ക് വേണം. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലെ നമ്മുടെ അന്വേഷണം മുഴുവൻ ഈ പുസ്തകത്തിലാണ് കിടക്കുന്നത്. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇതിനെ വായിക്കുന്ന വായനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നു 3 രീതിയിൽ വായിക്കാം. ഒന്നാമത്തെ വായന സ്കിപ്പിംഗ് എന്ന് പറയുന്ന വായനയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുസ്തകം എടുക്കുന്നു, അതിന്റെ ആദ്യത്തെ ലൈൻ വായിക്കുന്നു, അവസാനത്തെ ലൈൻ വായിക്കുന്നു, അതിനുശേഷം അടുത്ത പേജിലെ ആദ്യത്തെ ലൈൻ വായിക്കുന്നു, അവസാനം. നമ്മളൊരു നോവലൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം ഏതാണ്ട് ആദ്യ അവസാനം കണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കും. രണ്ടാമത്തെ വായന സ്കിമ്മിങ് എന്നുള്ള വായനയാണ്. അതാ ഏതാണ്ട് നമ്മൾ ഈ വചനമൊക്കെ വായിക്കുന്ന രീതിയിൽ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനവൻ അചരികത്ത് നട്ടിരിക്കുന്നതും വായിച്ചു പോകുന്നുണ്ട് മനോഹരമായിട്ട്. പക്ഷെ ഒന്നും നമ്മളെ തൊടുന്നില്ല. മൂന്നാമത്തെ ഒരു വായന രീതിയുണ്ട്, സ്കാനിങ് എന്ന് പറയുക. സ്കാനിങ്, ഓരോ വാക്കും യഥാർത്ഥമായിട്ട് വായിച്ച് അർത്ഥം ഗ്രഹിച്ചു പോകുന്നൊരവസ്ഥ. വാസ്തവത്തിൽ അങ്ങനെ വേണം വചനം വായിക്കണമെന്ന്. ഞാൻ അതിന് പലപ്പോഴും പറയാറുള്ള ഒരു സൂചകം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എഴുതി തരുന്ന വിൽപത്രം നിങ്ങൾ എങ്ങനെയാ വായിക്കുന്നത്? വിൽപത്രം എങ്ങനെയാ വായിക്കുന്നത്? വായിച്ചൊക്കെ വെറുതെ പോവാണ്. ഓരോ കുത്തും
പ്രിയപ്പെട്ടവരെ, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൊതുവെ നടക്കുന്നത്, ഈ സാധനം വീട്ടിൽ ഭംഗിയായിട്ടുണ്ടാകും, പക്ഷേ വായനയുടെ കാര്യത്തിൽ വളരെ പുറകിലായിരിക്കും. ഒരു ദൈവാലയത്തിൽ ഒരു രീതി ഉണ്ടായിരുന്നു. ആ ദൈവാലയത്തിൽ പെരുന്നാൾ കഴിയുമ്പോൾ ഇടവകയിലെ വികാരി അച്ഛനെ ആ വീട്ടിലേക്ക് ക്ഷണിക്കും, ട്രസ്റ്റി. അപ്പൊ ട്രസ്റ്റി ആ വീട്ടിലേക്ക് ക്ഷണിക്കും. അതിനുശേഷം അച്ഛനും കുടുംബത്തിനും വിഭവസമൃദ്ധമായ സദ്യ. അങ്ങനെ ആ വർഷത്തെ പെരുന്നാൾ കഴിഞ്ഞു. പെരുന്നാളെല്ലാം ഭയങ്കര അനുഗ്രഹകരമായിട്ട് നടന്നു. അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് പെരുന്നാൾ നടന്നപ്പോ അച്ഛനെയും കുടുംബത്തെയും ഈ ട്രസ്റ്റി വീട്ടിലേക്ക് ക്ഷണിച്ചു. ട്രസ്റ്റിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നല്ല കൈപുണ്യമുള്ള ഒരാളാണ്. അങ്ങനെ ഈ ട്രസ്റ്റിയുടെ ഭാര്യ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. അച്ഛനും അമ്മായിയും മക്കളും വന്നു. അവരിങ്ങനെ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ആസ്വദിച്ച് കഴിച്ച് അതിനൊടുവിൽ നമുക്കറിയാം, ഭക്ഷണം തീർന്നു കഴിയുമ്പോൾ ഒരു മധുരം ഡെസേർട്ട് കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഡെസേർട്ട് കൊടുക്കുന്ന സമയമായപ്പോ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നു. അപ്പോ ഗൃഹനാഥനായ ട്രസ്റ്റി മുമ്പോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് അമൂല്യമായൊരു സാധനം ഈ വീട്ടിലുണ്ട്. അതെനിക്ക് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടിയതാണ്. വളരെ ചിത്രപ്പണികളുള്ള മനോഹരമായൊരു സിൽവർ സ്പൂണാണ്. ഈ സിൽവർ സ്പൂൺ അത് ഞങ്ങൾക്ക് രാജാവിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ വരുന്ന ഏറ്റവും നല്ല അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളത് നൽകാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അതിഥി അച്ഛനാണ്. അതുകൊണ്ട് ഈ സിൽവർ സ്പൂൺ കൊണ്ട് ഈ ഡെസേർട്ട് കഴിക്കണം. അങ്ങനെ അച്ഛന് ആ സിൽവർ സ്പൂൺ കൊടുത്തു. അച്ഛൻ ആ സിൽവർ സ്പൂൺ കഴിച്ചുകൊണ്ട് ഈ ഡെസേർട്ട് കഴിച്ചു. ഭക്ഷണമൊക്കെ അതിവിശിഷ്ടം. അങ്ങനെ എല്ലാവരും, അച്ഛന് കുടുംബവും ആ കുടുംബത്തിന് നന്ദി പറഞ്ഞു. ആ ട്രസ്റ്റിക്കും ഭാര്യയ്ക്കും പ്രത്യേകം ആ നൈപുണ്യത്തിനൊക്കെയുള്ള അഭിനന്ദനമൊക്കെ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു പിരിഞ്ഞു. വീട്ടുകാർ വളരെ സന്തോഷത്തോടെ, അച്ഛന്റെ സന്തോഷത്തില് അവരും സന്തോഷത്തിനായിട്ട് അവരിങ്ങനെ സാധനങ്ങളെല്ലാം കഴുകി പെറുക്കി വെക്കുക. അങ്ങനെ എല്ലാം കഴുകി പെറുക്കി വെക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ആ വിലയേറിയ സിൽവർ സ്പൂൺ കാണാനില്ല. ആ വില കൂടിയ സിൽവർ സ്പൂൺ കാണാനില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ അവിടെ എല്ലാം പരതി നോക്കി. ട്രസ്റ്റി പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിന് താഴെ, അതുപോലെ തന്നെ കൈ കഴുകുന്ന സ്ഥലത്തും, പിന്നെ ഒന്നും പോരാഞ്ഞിട്ട് വീട്ടിലെ ആ പ്രധാനപ്പെട്ട സ്ഥലത്തെ സെറ്റിയുടെ താഴെ ഒക്കെ തപ്പി നോക്കി. കാരണം കുന്തപ്പായ കൊടുത്തിട്ട് തപ്പണമെന്നാണല്ലോ. അങ്ങനെ മൊത്തം തപ്പി. അവിടെ എങ്ങും കാണാനില്ല. സംശയം ആരുടെ തലയിലേക്ക് പോകും? അച്ഛൻ്റെ തലയിലേക്ക്. പക്ഷെ ചോദിക്കാൻ ഒരു മടി അച്ഛനോട്. അതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ കുത്തുന്നുണ്ട്. എന്നാൽ എന്റെ മനുഷ്യന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് കൊടുത്താൽ മതി. അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവിടെ വീട്ടിൽ. ഏതായാലും ഞായറാഴ്ച പള്ളിയിൽ അടുത്ത വർഷവും ഈ പുള്ളി തന്നെയാണ് ട്രസ്റ്റി. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച പള്ളിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ താഴെ നിന്ന് ട്രസ്റ്റി ഇങ്ങനെ നോക്കൂ. എന്നാലും എന്റെ അച്ഛാ സ്പൂണ്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. അടുത്ത വർഷമായി. അടുത്ത വർഷത്തെ പെരുന്നാളായി. അടുത്ത വർഷത്തെ പെരുന്നാളായപ്പോഴും സംഗതി തദൈവം. അദ്ദേഹം തന്നെ ട്രസ്റ്റിയാണല്ലോ. വികാരിയച്ഛൻ അതിമനോഹരമായിട്ട് ആ പെരുന്നാൾ ഭംഗിയായിട്ട് നടത്തി. വീണ്ടും അച്ഛനെ വിരുന്നിനെ ക്ഷണിക്കുക. അങ്ങനെ വിരുന്നിന്റെ സമയമെത്തി. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ വിഭവങ്ങൾ മേശയിലുണ്ട്. അങ്ങനെ മേശയിലെ വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ഒടുവിൽ ഡെസേർട്ടിന്റെ സമയമായി. ഇപ്രാവശ്യം ഒറ്റ പ്രാവശ്യം അബദ്ധം പറ്റുള്ളൂ. ഇപ്രാവശ്യം ഒരു പ്ലാസ്റ്റിക് സ്പൂണാണ് കൊടുത്തത്. അങ്ങനെ ഈ പ്ലാസ്റ്റിക് സ്പൂൺ കൊണ്ട് വികാരിയച്ഛൻ കഴിക്കാൻ തുടങ്ങും. കഴിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ഇങ്ങനെ ട്രസ്റ്റിയുടെ മുഖത്തോട്ട്, കഴിഞ്ഞ വർഷം വിശേഷപ്പെട്ട ഒരു സ്പൂൺ എനിക്ക് തന്നായിരുന്നല്ലോ, അത് എന്ത് ചെയ്യുന്നൊരു ചോദ്യം. അപ്പോ ഈ ഗൃഹനാഥൻ പെട്ടെന്ന്, അതുവരെ ചോദിക്കാൻ ഒരു ചാല് തുറന്നിട്ടില്ല, ചാല് തുറന്നു കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം ഉടനെ പറഞ്ഞു, എന്റെ പൊന്നച്ഛ, അതൊന്ന് തിരിച്ചു കിട്ടിയില്ല, നല്ലതായിരുന്നു. അച്ഛനൊന്നും മിണ്ടിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ സമയമായി. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി. അവിടെ അങ്ങനെ ഒരു മുറിയുണ്ട്. യേശുവിന് വലിയ പടവും അതിനെന്താണ് വലിയ ബൈബിളും ഒക്കെ ആയിട്ട് അതിനകത്തേക്ക് കയറി. എല്ലാവരും കയറി വന്ന് നിന്നപ്പോ അച്ഛനൊരു ചെറുപുഞ്ചിരിയോടുകൂടെ ആ യേശുവിന്റെ പടത്തിന്റെ അടുത്തേക്ക് എന്നിട്ട് താഴെ ഇരുന്ന ആ വലിയ വേദപുസ്തകം തുറന്നു നോക്കി
വല്ലതും പിടികിട്ടിയോ? കഴിഞ്ഞ ഒറ്റ വർഷമായിട്ട് ആ സാധനം ഇടയ്ക്കിടയ്ക്ക് ഫെമിനിസ്റ്റ് വീടുകളിൽ വരുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ദുരന്തം അന്വേഷിപ്പി കണ്ടെത്തും. പക്ഷെ അന്വേഷിക്കാൻ നമുക്ക് മനസ്സില്ല. പല വീടുകളിലും വചനവായന ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത് നമ്മുടെ പുരുഷന്മാർ പലപ്പോഴും തൃപ്തിയടയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ വചന ധ്യാനത്തിന്റെ ഭാഗം മുഴുവൻ അച്ഛന്മാരെ ഏൽപ്പിച്ചിരിക്കുക. രാവിലെ എഴുന്നേൽക്കും, രണ്ടച്ഛന്മാരുടെ പ്രസംഗം കേൾക്കും, അതോടെ അന്നത്തെ നമ്മുടെ ധ്യാനം തീരും. പ്രിയപ്പെട്ടവരെ, ധ്യാനം കേൾക്കുക എന്നുള്ളത് ആവശ്യമാണ്, കാരണം അതൊരു ഗൈഡ് ലൈനാണ്. പക്ഷെ നിന്നോട് ദൈവം സംസാരിക്കാനുള്ള കാര്യം നീ കേൾക്കണമെങ്കിൽ നീ ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്നോട് ദൈവം തന്ന ആലോചനകളാണ് ഞാൻ പറയുന്നത്. നിന്നോട് ദൈവം ആലോചന പറയണമെങ്കിൽ നീ വചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തോട് ചോദിക്കണം. അപ്പൊ ഒന്ന്, യാചിപ്പിൻ ലഭിക്കുന്നതാണെങ്കിൽ; രണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തും. തീർച്ചയായിട്ടും ഈ വചനത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ വഴിനടത്തിപ്പും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ഭക്തിയുടെ, ദൈവസ്നേഹം നിറഞ്ഞ ഭക്തിയുടെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹകരമായ ഭാഗം എന്ന് പറയുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും. നോക്ക്. സത്യത്തില് നമ്മുടെ മുട്ടുക എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ ശ്രദ്ധ പോകുന്നത് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്കാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും ചേർന്ന് അത്താഴമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടിന്റെ വാതിൽക്കൽ ആരെങ്കിലും വന്ന് മുട്ടിയാണ്, ആ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ എന്തു വേണം? വാതിലിന് ഡോർ വേണമല്ല, ആ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ നമുക്കിടയിൽ ഒരു പരിചയം വേണം, ഇല്ലേ? ഒരാള് നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടി, ആ വാതിൽക്കൽ വന്ന് മുട്ടിയാൽ ആ വാതിൽ മലർക്കെ തുറക്കപ്പെടണമെങ്കിൽ ഒരു പരിചയം വേണം. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിന് അങ്ങനെ ഒരു ആഴമുള്ള അർത്ഥമുണ്ട്. ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടു പോയത് ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയിലാണ്. ഒരിക്കൽ ഒരു ദൈവാലയത്തില് വികാരിയച്ഛൻ ഇടവകാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പരതി നോക്കിയപ്പോ അതിൽ കുറെ ആളുകൾ പെരുന്നാളിന് ദുഃഖവെള്ളിയാഴ്ചയെ മാത്രം പള്ളി വരുന്ന ആളുകളാണെന്ന് അച്ഛന് പിടികിട്ടി. അങ്ങനെ പെരുന്നാളിന് ദുഃഖവെള്ളിയാഴ്ചയെ മാത്രം വരുന്നു എന്ന് മാത്രമല്ല, ആ ദിവസങ്ങളിൽ വന്നാൽ ഇതിനകത്തില്ല, അതിന്റെ പരിതഹ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൂടെ എങ്ങനെ പോവുക. നമുക്കറിയാം, പല പല ആളുകളുണ്ട്. ചിലര് നിരീക്ഷിക്കാൻ പറ്റുന്നവരുണ്ട്, ചിലരങ്ങനെ പല കാര്യങ്ങളും. ചിലരുണ്ട് കേട്ടോ, വന്ന ദിവസങ്ങളിൽ വന്നാൽ ഒരുപാട് അധ്വാനിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പല പല ആളുകൾ. അപ്പൊ ഇവിടെ ഏതായാലും ഈ മനുഷ്യന് ഈ ദിവസങ്ങളിൽ വരും, ആ പുറത്ത് നിൽക്കും, അകത്ത് കയറി ആ സെക്കൻഡിൽ തിരിച്ചു പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിശ്വാസി. അപ്പൊ അച്ഛൻ തീരുമാനിച്ചു, ഈ പുള്ളിയെ ഒന്ന് പള്ളി കൊണ്ടുവന്നേക്കാം. അങ്ങനെ പള്ളി കൊണ്ടുവന്നേക്കാന്ന് വിചാരിച്ച് ഈ പുള്ളിയുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അച്ഛായ പള്ളിയിൽ സ്ഥിരമായിട്ട് ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ വരണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ്. അതുകൊണ്ട് അതിന് ബലം നൽകുന്നതാണ്. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകാനാണ് ഞങ്ങൾ ആശീർവദിച്ചു വിടുന്നത്. ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് ഒരു മറുചോദ്യം. നമ്മൾ ആരും വിചാരിക്കരുത് ദേവാലയത്തിൽ അങ്ങനെ സാന്നിധ്യമില്ലാത്ത ആളുകൾക്ക് വേദപുസ്തകം തീരെ അറിയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരാളോട് മദ്യപിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കാനാവിലെ കല്യാണത്തിൽ ഇത്രയും വീഞ്ഞ് കർത്താവ് എന്തിനാ ഉണ്ടാക്കിയേ എന്ന് ഭംഗിയായിട്ട് അവർ തിരിച്ചു വയ്ക്കും. ഏത് കാര്യത്തിലും അന്നേരം പൗലോസ് അപ്പോസ്തലൻ പറയും, അല്പം വീഞ്ഞ് ആരോഗ്യത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ ഭംഗിയായിട്ട് വചനം അവർക്കറിയും. ഉടനെ ഈ മനുഷ്യൻ അച്ഛനോട് തിരിച്ചൊരു ചോദ്യം. അച്ഛൻ, എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം തരണം. വലതുഭാഗത്തെ കള്ളൻ ഏത് പള്ളിയിൽ പോയിട്ടാ സ്വർഗത്തിൽ പോയത്? സത്യം, വലതുഭാഗത്തെ കള്ളൻ ഏത് പള്ളിയിൽ പോയിട്ടാ?
കുറച്ച് നേരം ഉത്തരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അച്ഛൻ അവസാനം പറഞ്ഞു, അത് മരിച്ച കള്ളന്, നീ ജീവിച്ചിരിക്കുന്ന കള്ളനാണ്. പ്രിയപ്പെട്ടവർ, ഈ ദേഷ്യത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പുറത്തോട്ടിറങ്ങി പോകുമ്പോഴാണ് ആ വീട്ടിലൊരു കൊച്ചുമകനുണ്ട്. അവൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ എന്നൊക്കെ കുർബാനയുണ്ടോ അതിനെല്ലാം പോകും. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ മനുഷ്യൻ ഇവരോട് ദേഷ്യം തോന്നി. കാരണം ഇവൻ സ്ഥിരം പോയത് കൊണ്ടാണല്ലോ അച്ഛൻ വന്ന് ഇവനെ പിടിക്കാൻ കാരണം. അതുകൊണ്ട് ഇറങ്ങിയ വഴി ഈ പയ്യനെ കണ്ടപ്പോൾ അവനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു, നീ എന്തിനാണ് എല്ലാ ദിവസവും ഈ പള്ളിയിൽ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ആ കൊച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. എനിക്കൊന്ന് ഇത്രയും വലിയൊരു ദൈവശാസ്ത്രം വേറെ ഇല്ല. ആ കൊച്ച് ഈ അപ്പനോട് പറഞ്ഞ മറുപടിയാണ്, ഞാൻ ഒരു നാൾ മരിക്കും. എനിക്കൊന്നും നമുക്ക് പലർക്കും ആ ബോധ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു നാൾ മരിക്കും. ഞാൻ മരിച്ച് എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എന്നെ പരിചയമില്ലെന്ന് എൻ്റെ ദൈവം പറയാൻ ഇടവരുന്നത്. ഞാൻ മരിച്ച് എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്നെ പരിചയമില്ലെന്ന് പറയാൻ ദൈവത്തിന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വഴി അത് എന്നും അനുഗ്രഹത്തിന്റെ വഴിയാണ്. ഇപ്പൊ നമ്മൾ കേട്ട മനോഹരമായ വേദഭാഗം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ആസ്ക് നോക്ക് ആൻഡ് സീക്ക്. വാസ്തവത്തിൽ ഈ ഒരു തത്വത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വർഗം തുറക്കുന്ന അനുഭവം ഉണ്ടാകും. കന്യാമറിയാമമ്മ ഈ ഒരു തത്വത്തിന് അടിസ്ഥാനമായി തന്റെ വിശ്വാസത്തെ ക്രമീകരിച്ചപ്പോൾ അതിന്റെ യഥാർത്ഥമായ അറിവിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും തനിക്ക് ലഭിക്കുന്ന വചനങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അന്വേഷിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് അന്വേഷിക്കുകയും ദൈവസന്നിധിയിൽ നിരന്തരമായി മുട്ടി അങ്ങനെ ദൈവസ്നേഹത്തെ പ്രാപിക്കുകയും ചെയ്തപ്പോഴാണ് അവളുടെ ജീവിതം ഈ ലോകത്തെ ഏറ്റവും ധന്യതയുള്ള ഒരു ജീവിതമായിട്ട് മാറിയത്. ഇന്ന് 2024 അമ്മയുടെ ജനന പെരുന്നാളിൽ ഈ 2ാം ദിവസത്തെ ധ്യാന ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ ആസ്ക് നോക്ക് ആൻഡ് സീക്ക് ജീവിതത്തിൽ ആത്മീയ വഴിയുടെ വിജയത്തിനും ജീവിതത്തിലെ എല്ലാ വഴികളുടെ വിജയത്തിനും സഹായകരമായ ഒരു സമവാക്യമായി ഹൃദയത്തിൽ നമുക്ക് കോറിയിടാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആ നിലയിൽ ദൈവത്തെ അന്വേഷിച്ച് ആരും പതറിപ്പോകാനിട വന്നിട്ടില്ല. ജീവിതത്തിന്റെ വഴികളിലൊക്കെ തകർന്നു പോയപ്പോൾ ദൈവം അത്ഭുതകരമായി വിളിച്ചെടുപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതം എൻ്റെ മുൻപിലൂടെ ഇങ്ങനെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ അനുഗ്രഹീതമായ 2ാം ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ നിലയിലുള്ള ദൈവിക വഴിനടത്തിപ്പ് അവരിൽ തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഞാൻ എപ്പോഴും ഓർക്കുന്നു, 1982 ഡിസംബർ മാസം 4-ാം തീയതി ജനിച്ച ഒരു കുഞ്ഞ്, നിക് വയാച്ചിച്ച് എന്നാണ് അവന്റെ പേര്. നിക് വയാച്ചിച്ച് എന്ന് പറയുന്ന കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയും അപ്പനും, തങ്ങളുടെ അമ്മയും നേഴ്സാണ്, അപ്പനൊരു ഫിനാൻഷ്യൽ ഓഫീസിൽ ജോലി ചെയ്യുന്നു. തങ്ങളുടെ ഈ കുഞ്ഞിനെ ആദ്യം കണ്ട, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സഹായിച്ച അമ്മ ഈ കുഞ്ഞിനെ, പ്രസവിച്ചിട്ട കുഞ്ഞിനെ കണ്ടപ്പോൾ സാധാരണ പറയുന്നത് പ്രസവം അതിവേദനയുള്ള ഒന്ന്, ഈ ജനിച്ച കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴാണ് വേദന മറക്കുന്നത്. ഈ കുഞ്ഞിനെ കണ്ട അമ്മ ആ കുഞ്ഞിനെ കണ്ടിട്ട് തൻ്റെ കൂടെയുള്ള നേഴ്സുമാരോട് പറഞ്ഞു, എനിക്കിതിനെ കാണണ്ട, എടുത്തോണ്ട് പോയി കളയൂ. പ്രിയപ്പെട്ടവരെ, കയ്യും കാലുമില്ലാതെ ജനിച്ചൊരു കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിനെ കൈ കിട്ടിൽ കഴിഞ്ഞപ്പോ അല്പനേരം അവരൊരുമിച്ച്, ഭർത്താവും ഭാര്യ ഒരുമിച്ച് ദൈവം മുമ്പാകെ നോക്കിയിട്ട് ദൈവത്തോടൊന്ന് ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ? പക്ഷേ അവിടെ ആ കുഞ്ഞിനെ അല്പനേരം നോക്കി നിന്ന് അതിനുശേഷം അവർ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൈവസന്നിധിയിലേക്ക് തിരിച്ച്, ഗോഡ് ഹാസ് എ പ്ലാൻ, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അച്ഛനാത്മകത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അങ്ങനെ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. ഇന്ന് ലോകം അത്ഭുതപ്പെടുന്ന ഒരു കുഞ്ഞായിട്ട് ആ കുഞ്ഞു മാറി. ജീവിതത്തിൽ ഒരുപക്ഷെ ചില കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ദൈവത്തിന് നിന്റെ വളഞ്ഞവരെ നേർരേഖയാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ അല്പനേരം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തെ
ഇടവിടാതെ യാചിക്കുന്നവനും അന്വേഷിക്കുന്നവനും മുട്ടുന്നവനുമായൊരു മനുഷ്യൻ സംതൃപ്തിയോടെ ജീവിതയാത്രയിൽ അവൻ മുന്നേറും. നമുക്ക് അല്പനേരം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഈ നിമിഷങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേക ഭാഗ്യവതിയായ അമ്മയുടെ അനുഗ്രഹീതമായ ജനന പെരുന്നാളിന് നമ്മൾ പങ്കാളികളാകുമ്പോൾ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയായി മലങ്കരയിൽ എത്ര ഇടങ്ങളിലാണ് ഒരുപാട് ആളുകൾ തങ്ങളുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഒറ്റ നേരം ഭക്ഷണം കഴിച്ച് അമ്മയുടെ സ്വർഗീയമായ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഭജനയിരുന്നുകൊണ്ട് തങ്ങൾക്ക് ആ അനുഗ്രഹം ലഭിക്കുമെന്ന് ബോധ്യമുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്ത് 8 ദിവസവും അവിടെ സമയം ചെലവഴിച്ച് അങ്ങനെ അനുഗ്രഹത്തോടെ മടങ്ങുന്ന എത്രയെത്ര ആളുകളാണുള്ളത്. അതുകൊണ്ട് നമുക്കും മുമ്പിൽ ഒരു പ്രത്യാശയുടെ വഴിയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഏതൊരു വിഷയത്തിനു വേണ്ടി നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നുവോ, ദൈവം അത് എനിക്ക് നൽകാൻ മതിയായവനാണെന്ന് ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ട് എന്നുമില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ദൈവം അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നിന്നെ തന്നെ ഫലമേൽപ്പിച്ചാൽ നീ വിചാരിക്കുന്നതിനേക്കാൾ മനോഹരമായ അനുഗ്രഹത്തിലേക്ക് അവൻ നിന്നെ നടത്തും. നിന്റെ നഷ്ടങ്ങളെയെല്ലാം അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹൃദയങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം അങ്ങനെയാണ്. മകനെ, മകളെ, ഭയപ്പെടേണ്ട. മകനെ, മകളെ, നീ തകർന്നു പോവുകയില്ല. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിന്നെ അനുഗ്രഹിക്കാൻ മതിയായവനായ ദൈവം. അപ്പോസ്തലന്മാരുടെ ജീവിതം നാം എടുത്തു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ യാത്ര ആരംഭിച്ച് അവരുടെ പലരുടെയും അവരുടെ ബൗദ്ധിക നിലയിലുള്ള അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നെങ്കിൽ ഇതാ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞപ്പോ ഈ ലോകം അത്ഭുതപ്പെടുന്ന മനുഷ്യരായിട്ട് ദൈവം അവരെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ ലോകം അത്ഭുതപ്പെടുന്ന അനുഗ്രഹത്തിന്റെ മക്കളായിട്ട് അവരെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകം ഒരുപാട് ചതിക്കുഴികളുമായിട്ട് കാത്തു നിൽക്കുമ്പോ അതിലേക്ക് ലോകത്തിൽ ഈ മക്കളെ എല്ലാം തകർത്തു വീഴുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ആത്മാവ് പരിശ്രമിക്കുമ്പോ എന്റെ ദൈവമേ, നിന്റെ സ്വർഗീയ കരത്തിന്റെ ശക്തിയിലേക്ക് ഞങ്ങൾ ഈ മക്കളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാവൽ മാലാഖമാരുടെ സംരക്ഷണ വലയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോകാതെ നിന്റെ കരം ഈ കുഞ്ഞുങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കണേ. ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക സമയം നമ്മളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ക്രിട്ടിക്കൽ ഐസിയുവിലായിരിക്കുന്ന മാളു, റൂബിൻ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹം നടക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. ജോലിയിലെ തടസ്സങ്ങൾ നീക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. വിസയുടെ അപ്രൂവൽ കിട്ടാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. നന്നായിട്ട് പഠിക്കുന്നതിന്റെ തടസ്സങ്ങൾ മാറി കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തിപ്പ് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ നന്നായിട്ട് വർത്തമാനം പറയാനുള്ള ബുദ്ധിമുട്ടിനാൽ വിഷമിക്കുന്നവരുണ്ട്. സ്പീച്ച് തെറാപ്പിയിൽ അഭയപ്പെട്ടിട്ട് അതിൽ നിന്ന് മോചനം നേടാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപാവരത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹ മോചനമായത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം അവരിലേക്ക് ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർവ്യൂവിന്റെ വിജയത്തിനായിട്ട് ഒരുപാട് മക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുടുംബജീവിതം അതിലെ അസ്വസ്ഥതകൾ നീങ്ങി അനുഗ്രഹമാകാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബജീവിതത്തിൽ സംശയമൊക്കെ പല പല പ്രയാസങ്ങൾ വിഷമിക്കുന്നവർ അതിന്റെ പ്രശ്നങ്ങൾ മാറാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും മാറാൻ പ്രാർത്ഥനാ വിഷയം നൽകിയവരുണ്ട്. പരീക്ഷ പാസ്സാകാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാൻ നൽകിയിട്ടുണ്ട്. മക്കളുടെ പഠനവും മക്കളുടെ ലഭിക്കാൻ തക്കവണ്ണം ഒക്കെ പ്രാർത്ഥനാ വിഷയം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശത്തായിരിക്കുന്നവർ, സ്വന്തം ദേശത്തായിരിക്കുന്ന മാതാപിതാക്കളുടെ ആരോഗ്യത്തെ ഓർത്ത് ആശങ്കപ്പെട്ട് അതിന്
മധ്യസ്ഥതയിൽ നമ്മുടെ ഇന്നത്തെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമാതാവിന്റെ ഏറ്റവും വലിയ മധ്യസ്ഥതയുടെ ശക്തിയെ പിതാക്കന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. ഈ ലോകത്ത് നിന്ന് വേർപിരിയുമ്പോൾ അമ്മ പ്രാർത്ഥിച്ചു, എന്റെ മകനെ, എന്റെ നാമത്തിൽ ആരെങ്കിലും നിന്നോട് യാചിച്ച എന്റെ മുഖമാദരിച്ചവരുടെ സങ്കടങ്ങൾ കറതി വരുത്തണം. നമുക്ക് അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുദ്ധത തിങ്ങും കന്യകയേ, മർത്ത